Hi students, all of you welcome. ഇന്ന് നമ്മൾ കുറച്ച് പഴയ ബേസിക് കാര്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. വോളിയം ഓഫ് സ്ഫിയർ ഒന്ന് ഓർത്തെടുക്കുക. 4/3 πr³. R എന്ന് പറയുന്നത് ആ സ്ഫെറിക്കൽ ബോഡിയുടെ ബോളാവാം, സ്ഫെറിക്കൽ ഷേപ്പിലുള്ള എന്ത് വേണമെങ്കിലും ആവാം, അതിൻ്റെ റേഡിയസ് ആണ് R. അങ്ങനെ വരുമ്പോൾ 4/3 πr³. ഇപ്പം നമ്മൾ ഫ്ലൂയിഡ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഡെൻസിറ്റിയുടെ ടൈമിൽ വേണം. അപ്പോൾ മാസ് ബൈ വോളിയം. അങ്ങനെയാണെങ്കിൽ മാസ് അവിടെ നിൽക്കട്ടെ, ഈ വോളിയത്തിന് ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, അപ്പോൾ മാസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണെങ്കിൽ ഡെൻസിറ്റി റോ, വോളിയം എന്താണ് 4/3 πr³. അപ്പോൾ ഷേപ്പ് സ്ഫിയർ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതണം. മാസിന് 4/3 πr³ റോ, അതായത് റോ എന്ന് ഹട്ട് പഠിക്കേണ്ട ഡെൻസിറ്റി, വോളിയം ഇൻറ്റു ഡെൻസിറ്റി. കാരണം ഡെൻസിറ്റിക്ക് റോയും ഉപയോഗിക്കുന്നുണ്ട്, സിഗ്മ എന്നുള്ളതും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മാസിനെ എല്ലാം ഇവിടെ മാറ്റിയിട്ട് എന്തെഴുതണം? വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന ടൈമിൽ എഴുതുക. പിന്നെ അടുത്ത ടോപ്പിക്ക് ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിസ്കസ് മീഡിയത്തിലൂടെ നമ്മളൊരു തേൻ എക്സാമ്പിളായിട്ട് പറഞ്ഞ് ഒരു സ്ഫെറിക്കൽ ബോഡി ആ മീഡിയത്തിലൂടെ താഴേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് ഇതിൻ്റെ വെലോസിറ്റി താഴേക്ക് വരുന്നു, അതിനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഒരു ഓപ്പോസിങ് ഫോഴ്സ്, അതിൻ്റെ പേരാണ് വിസ്കസ് ഫോഴ്സ്, അല്ലെങ്കിൽ വേറൊരു പേരാണ് റിട്ടാർഡിങ് ഫോഴ്സ്. ഈ ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സുകളെയൊക്കെ വിളിക്കുന്നത് എന്താണ്? റിട്ടാർഡിങ് ഫോഴ്സ് എന്നാണ്. ആക്സലറേഷൻ്റെ ഓപ്പോസിറ്റ് റിട്ടാർഡേഷൻ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടുക, റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറയ്ക്കുക. അപ്പോൾ ആ റിട്ടാർഡിങ് ഫോഴ്സ് എന്ന് ഞാൻ പറയാനുള്ള കാരണം NCERT-യിൽ ഉപയോഗിച്ചിരിക്കുന്ന ടേംസും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒപ്പോസിങ് ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ റിട്ടാർഡിങ് ഫോഴ്സ്. അങ്ങനെ ആ വിസ്കസ് ഫോഴ്സ്, റിട്ടാർഡിങ് ഫോഴ്സ് കണ്ടെത്തിയത് സ്റ്റോക്കാണ്. അപ്പോൾ സ്റ്റോക്സ് ഫോർമുല F = 6π∗RV വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. മഴ പെയ്യുന്നുണ്ട്. ഈ മഴത്തുള്ളി എത്രയോ മുകളിൽ നിന്ന് വരുന്നതാണ്. ഇന്ന് വരെ മഴത്തുള്ളി ദേഹത്ത് വീണ് ആരെങ്കിലും മരിച്ചു എന്നൊരു ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഴത്തുള്ളി, റെയിൻ ഡ്രോപ്സ്, അങ്ങനെ സംഭവിച്ചിട്ടില്ല. മോഷൻ ഇൻ വൺ ഡയമെൻഷൻ നമ്മൾ എന്താ പഠിച്ചേ? മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും സ്പീഡ്, വെലോസിറ്റി കൂടി കൂടി വരുന്നു. വെലോസിറ്റി കൂടുന്നുവെങ്കിൽ ഒബ്ജക്റ്റിന് മൊമെൻറ്റം ഉണ്ട്. കാരണം എന്താണ്? P = mv ആണ്. മൊമെൻറ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസും വെലോസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കൂടും, മൊമെൻറ്റം കൂടും. മൊമെൻറ്റം കൂടുക എന്ന് പറഞ്ഞാൽ ഹേർട്ടിങ്, വേദന കൂടും. അപ്പോൾ മഴത്തുള്ളി എത്രയോ മുകളിൽ നിന്ന് വരുന്നതാ. എന്നാൽ പിന്നെ എന്താ നമ്മുടെ ദേഹത്ത് വീണാൽ എന്തുകൊണ്ട് വേദനിക്കുന്നില്ല? അതിനുള്ള ആൻസറാണ് ഇന്നത്തെ ക്ലാസ്. അതായത് മഴത്തുള്ളി മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്. മഴത്തുള്ളിയുടെ ഷേപ്പ് സ്ഫെറിക്കൽ ഷേപ്പാണ്. അതെന്തുകൊണ്ടാണ് സ്ഫെറിക്കൽ ഷേപ്പ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. സ്ഫെറിക്കൽ ഷേപ്പിലാണ്. ആ സ്ഫെറിക്കൽ ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റ് എയറിലൂടെ വരികയാണ്. എയർ എന്ന് പറയുന്നത് ഒരു വിസ്കസ് മീഡിയമാണ്. അപ്പോൾ ഒരു സ്ഫെറിക്കൽ ബോഡി ഇതുപോലെ തന്നെ മനസ്സിൽ ഇമാജിൻ ചെയ്യുക. ഒരു സ്ഫെറിക്കൽ ബോഡി ഒരു വിസ്കസ് മീഡിയത്തിലൂടെ താഴേക്ക് വരുന്നു. അപ്പോൾ റെയിൻ ഡ്രോപ്പ് ആണെന്ന് കരുതുക. ഇതിങ്ങനെ താഴേക്ക് വരുന്നു. ഇവിടെയൊക്കെ എയർ ആണ്. അപ്പോൾ ഇതിങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ വെലോസിറ്റി കൂടി കൂടി വരുന്നു. അതിനനുസരിച്ച് മുകളിലേക്കുള്ള വിസ്കസ് ഫോഴ്സും കൂടുന്നു. അങ്ങനെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? പിന്നെ വിസ്കസ് ഫോഴ്സ് മാത്രമാണോ മുകളിലേക്കുള്ളത്? എയർ എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡാണ്. ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വരുമ്പോൾ ഫ്ലൂയിഡ് അതിനെ മുകളിലേക്ക് തള്ളുന്ന ഫോഴ്സ് ബുയാൻ ഫോഴ്സ്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ഈ ക്ലാസ് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ താഴേക്ക് വരുന്ന ആ ബോഡിയുടെ വെലോസിറ്റി കൂടുന്നു, അതായത് അതിൻ്റെ വെയിറ്റ്, ഫോഴ്സ് ഡ്യൂ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് താഴേക്ക് വരുന്നു. ഇവിടെ നിന്ന് അതിനെ മുകളിലേക്ക് തള്ളുന്ന റിട്ടാർഡിങ് ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സും പിന്നെ ഏതാ? ബുയാൻ ഫോഴ്സും കൂടെ. അങ്ങനെ ഈ മുകളിലേക്കുള്ളതും താഴേക്കുള്ളതും കൂടെ, ഇത് രണ്ടും കൂടെ ബാലൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയത്തിലായിക്കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിലുള്ള ഫോഴ്സ് 0 ആയിരിക്കും. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പണ്ട് പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു, ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ ഫോഴ്സ്, F1ഉം F2ഉം ഈക്വൽ ഫോഴ്സാണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ ഫോഴ്സ് കൊണ്ട്, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പാരലോഗ്രാം ലോ പഠിച്ചപ്പോഴൊക്കെ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആയിരിക്കണം. ഈക്വൽ ഫോഴ്സ് ആയിരിക്കണം, ഓപ്പോസിറ്റും ആയിരിക്കണം അവിടെ. അപ്പോൾ നെറ്റ് എഫക്റ്റ് 0 ആണ്.
അതുപോലെ ഇവിടെ ഈ ഒരു മഴത്തുള്ളി റെയിൻ ഡ്രോപ്പ് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സും കൂടെ ബാലൻസ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതിലുള്ള ഫോഴ്സ് 0 ആയിരിക്കും. ഫോഴ്സ് 0 ആകുന്നു. നോക്കിക്കോളൂ, ഫോഴ്സ് 0 ആകുന്നു എന്ന് കരുതുക. ഫോഴ്സ് 0, ഫോഴ്സിനുള്ള ഇക്വേഷൻ എന്താണ്? MA അല്ലെങ്കിൽ MG അല്ലേ? അപ്പം നമ്മളിവിടെ താഴേക്ക് വരുന്നതായതുകൊണ്ട് നമ്മൾ G എന്ന് കൊടുക്കാം. MG = 0 എന്ന് വന്നു. അപ്പം MG 0 എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം ഇവിടെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ഒന്നുകിൽ M 0 ആവണം, അല്ലെങ്കിൽ G 0 ആവണം, അല്ലെങ്കിൽ രണ്ടും 0 ആവണം അല്ലേ? അതല്ലേ കണ്ടീഷൻ. മാസ്, റെയിൻ ഡ്രോപ്പിന് മാസ് ഉണ്ട്, അതെന്താണെങ്കിലും 0 ആവില്ല. ഇപ്പം ഇവിടെ ആണെങ്കിൽ ഈ മീഡിയത്തിലൂടെ താഴേക്ക് വരുന്ന ഈ സ്ഫെറിക്കൽ ബോഡി, അതിന് മാസ് ഉണ്ട്, അത് മാസ് ഒരിക്കലും 0 ആവില്ല. പിന്നെ അവിടെ ആർക്കാണ് ചാൻസ്? G 0 ആവുക അല്ലെ? ആ ഒരു കണ്ടീഷനെ പിന്നെ അവിടെ സംഭവിക്കുകയുള്ളൂ. F 0 എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ സംഭവിക്കുന്നത് എന്താണ്? G = 0 എന്ന് സംഭവിക്കും. G എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ. ആക്സലറേഷൻ 0 ആകുന്നത് എപ്പോഴാണ്? പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് വേണം. ആക്സലറേഷൻ 0 ആവുന്ന കണ്ടീഷൻ എന്താ? യൂണിഫോം വെലോസിറ്റി അല്ലേ? അതാണ് ഫിസിക്സിൻ്റെ രസം എന്ന് പറയുന്നത്. നമ്മൾ പഴയ കാര്യങ്ങൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോകുമ്പോൾ നമുക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. അപ്പോൾ യൂണിഫോം വെലോസിറ്റി, ആക്സലറേഷൻ 0. ഇപ്പോൾ ഇവിടെ ഈ മഴത്തുള്ളിയിൽ മുകളിൽ നിന്നും താഴേക്കുള്ള ഫോഴ്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇതുപോലെ വരുന്ന ബാക്കിയുള്ള കേസുകളിലും ഇവിടെ വരുന്ന കേസുകളിലും എല്ലാം തന്നെ റെയിൻ ഡ്രോപ്പ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതേ ഉള്ളൂ. ആ റെയിൻ ഡ്രോപ്പ് പിന്നെ കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടിയിട്ടാണ് താഴേക്ക് വരുന്നത്. കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്, വെലോസിറ്റി പിന്നെ കൂടുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് വേദനിക്കാത്തത്. മഴത്തുള്ളി മേത്ത് വീണാൽ മൊമെൻറ്റം ഇല്ലാത്തതിൻ്റെ കാരണം ഇതാണ്. ഒബ്ജക്റ്റ് താഴേക്ക് വരുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടിയിട്ടാണ്. ആ കോൺസ്റ്റന്റ് വെലോസിറ്റി ഒരു പ്രത്യേക പേരിലാണ് അറിയപ്പെടുന്നത്, ടെർമിനൽ വെലോസിറ്റി എന്നാണ്. ടെർമിനൽ വെലോസിറ്റി ഡിനോട്ട് ചെയ്യുന്നത് V എഴുതിയിട്ട് സഫിക്സിൽ ഒരു T എഴുതുക. എഴുതുന്നെങ്കിൽ അടിയിൽ എഴുതണം, അല്ലെങ്കിൽ എഴുതണ്ട. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. V × T എന്ന് എഴുതരുത്. V × T എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഒന്നുകിൽ എഴുതാതിരിക്കുക, അല്ലെങ്കിൽ എഴുതുന്നെങ്കിൽ അടിയിൽ എഴുതുക. ടെർമിനൽ വെലോസിറ്റി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ടെർമിനൽ വെലോസിറ്റിയുടെ ഡെഫിനിഷൻ പഠിക്കണം. ഒന്ന് വായിക്കൂ. കോൺസ്റ്റന്റ് വെലോസിറ്റി, ഇറ്റ് ഈസ് ദ കോൺസ്റ്റന്റ് വെലോസിറ്റി ഗെയിൻഡ് ബൈ എ ബോഡി. ഒരു ഒബ്ജക്റ്റ് നേടുന്ന കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ് വൈൽ ഫോളിങ് ഫ്രീലി ത്രൂ എ വിസ്കസ് മീഡിയം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു വിസ്കസ് മീഡിയത്തിലൂടെ, എയർ എന്ന് പറഞ്ഞ വിസ്കസ് മീഡിയമാണ്, ഫ്രീലി ഫോളിങ് ചെയ്യുമ്പോൾ അതിന് നേടുന്ന കോൺസ്റ്റന്റ് വെലോസിറ്റി, അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലൊക്കെ നെഗറ്റീവ് വെലോസിറ്റിയും പോസിറ്റീവ് വെലോസിറ്റിയും കുറേ വെലോസിറ്റി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ടെർമിനൽ വെലോസിറ്റി. ഫിസിക്സിൽ ഒരു കാര്യം പഠിച്ചു, ഡെഫിനിഷൻ പഠിച്ചു അല്ലേ? ഇനി എന്താ വേണ്ടത്? ഒരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്. പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയും, പക്ഷേ നിങ്ങൾക്ക് 2 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആ ഡെറിവേഷൻ ചുരുക്കി എഴുതാൻ പറ്റും. അത് നോട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് ആ ഡെറിവേഷനിലേക്ക് പോകാം. എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ അതിന് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരിക. അതൊരു വിസ്കസ് മീഡിയം തേനാണെന്ന് കൂട്ടിക്കോളൂ. ഇവിടെ ഒരു സ്ഫെറിക്കൽ ബോഡി. ഈ സ്ഫെറിക്കൽ ബോഡിയുടെ ഡെൻസിറ്റി ഞാൻ റോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ബോഡിയുടെ ഡെൻസിറ്റി റോ. ഈ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ഞാൻ സിഗ്മ എന്ന് കൊടുത്തു. കാരണം NCERTയിൽ അത് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്യൂഷനിലൊക്കെ വേറെ ആണെങ്കിൽ അത് ഉപയോഗിക്കാം. ഇവിടെ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ. രണ്ടും തിരിച്ചറിയണം. ഇത് സിഗ്മയാണ്, ഇത് സിഗ്മയാണ്, ഇത് റോയാണ്. കാരണം ഈ ബോഡിയുടേത് റോയും ഫ്ലൂയിഡിൻ്റേത് സിഗ്മയുമാണ്. പിന്നെ ഈ ബോഡിയുടെ റേഡിയസ് എന്ന് പറയുന്നത് R ആണ്. ചിലയിടത്ത് A കാണാറുണ്ട്, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് R ആണ്. ഇനി ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇതിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടി വരുന്നു. അപ്പോൾ ഈ ഫ്ലൂയിഡ് താഴെ നിന്ന് മുകളിലേക്ക്, നേരത്തെ പറഞ്ഞ കേസ് തന്നെ, റിട്ടാർഡിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അതായത് വിസ്കസ് ഫോഴ്സും കൂടുന്നു. കൂടാതെ ഈ ഫ്ലൂയിഡ് അവിടെ ബുയാൻ ഫോഴ്സും അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ആ ബോഡിയുടെ വെയ്റ്റിനെ ബാലൻസ് ചെയ്യാനായിട്ട് ആരൊക്കെയുണ്ട്? വിസ്കസ് ഫോഴ്സും ഉണ്ട്, ബുയാൻ ഫോഴ്സും ഉണ്ട്. അങ്ങനെ ഇത് രണ്ടും കൂടെ ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ
മുകളിലേക്കുള്ളതും താഴേക്കുള്ളതും കൂടെ ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒബ്ജക്റ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയോട് കൂടിയിട്ടാണ് ആ ഫ്ലൂയിഡിൽ താഴേക്ക് വരുന്നത്. അതാണ് ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ അതിനുള്ള എക്സ്പ്രഷനാണ് ഈ ബോഡി താഴേക്ക് വരുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്താണ്? mg ആണ്. അപ്പോൾ വെയിറ്റിനാണ് ഞാനിവിടെ mg എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ആരോ മാർക്ക് കാണിച്ചിട്ടുള്ളത് അതവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നോട്ടിലും അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ആരോ മാർക്ക് താഴേക്ക് കാണിച്ചാൽ താഴേക്കുള്ള ഫോഴ്സ് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. അപ്പോൾ വെയിറ്റ് mg F ഈക്വൽ ടു mg, ആ വെയിറ്റ് താഴേക്കാണ് കേട്ടോ. താഴേക്കുള്ള ഫോഴ്സ് W എന്നോ F എന്നോ ഒക്കെ കൊടുക്കാം. അപ്പോൾ അത് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മാസ് ഇനി ഞാൻ എങ്ങനെ മാറ്റി എഴുതേണ്ടതെന്ന് ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. മാസ് എങ്ങനെ എഴുതണം? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. സ്ഫെറിക്കൽ ബോഡിയാണ്, വോളിയം 4/3 πr³. ഇതിൻ്റെ വെയിറ്റാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്തെഴുതി? റോ എഴുതി. പിന്നെ ആരാ ഇവിടെ ഉള്ളത്? ജി പലപ്പോഴും വിട്ടുപോകും, ശ്രദ്ധിക്കണം. അപ്പോൾ mg എഴുതും, m എഴുതും, പിന്നെ ജി വിട്ടുപോകും. അപ്പോൾ mg ഒരുമിച്ച് എഴുതുക 4/3 πr³ റോ ജി. അപ്പോൾ താഴേക്ക് വരുന്ന ഒരു ഫോഴ്സ് അതാണ്. ഇനി മുകളിലേക്കുള്ളത് ആരാണ്? ഒന്ന് വിസ്കസ് ഫോഴ്സ് അല്ലേ? വിസ്കസ് ഫോഴ്സ് ഇതാ ഞാൻ മുകളിലേക്ക് ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. വിസ്കസ് ഫോഴ്സ് നിങ്ങൾക്കറിയാം. ഇവിടുത്തെ വിസ്കസ് ഫോഴ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു F = 6π∗RV. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അടിയിൽ എഴുതുക. അതുപോലെ വിസ്കസ് ഫോഴ്സ് എന്ന് കാണിക്കാനായിട്ട് FV എന്നും എഴുതി. ആ സ്റ്റോക്സ് ഫോമുലയെ ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതി. ഇനി അതില്ലേലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വിസ്കസ് ഫോഴ്സ് FV = 6π∗R. എ റേഡിയസ് കൊടുത്തവർ എ ഇവിടെ കൊടുക്കണം. അവിടെ R ആയതുകൊണ്ട് RVT. ഇനി ഇതുപോലെ മുകളിലേക്കുള്ള മറ്റൊരു ഫോഴ്സ് ഉണ്ട്. ഫ്ലൂയിഡ് അല്ലേ? ഫ്ലൂയിഡിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വരികയാണ്. സ്ഫെറിക്കൽ ബോഡി ഇതിങ്ങനെ താഴേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ തള്ളൽ ഏതായിരുന്നു? ബുയാൻ ഫോഴ്സ്. അപ്പോൾ ബുയാൻ ഫോഴ്സ് മുകളിലേക്കാണ്. അതാണ് ഞാൻ ആരോ മാർക്ക് അവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ബുയാൻ ഫോഴ്സിന് എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുക? കഴിഞ്ഞ ദിവസം അതിനാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിപ്പിച്ചത്. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? ബുയാൻ ഫോഴ്സ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. ഈ സ്ഫെറിക്കൽ ബോഡി ഇങ്ങനെ വരുമ്പോൾ ഇത്രയും ഭാഗത്തെ ഫ്ലൂയിഡാണ് അവിടുന്ന് മാറുന്നത് അല്ലേ? അതിന് എത്രയും ഭാഗത്തെ ഫ്ലൂയിഡ് ആ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അത്രയും വലിപ്പത്തിനുള്ള ഫ്ലൂയിഡ് അവിടെ നിന്ന് മാറണം. ഇപ്പോൾ ഒരു സ്ഫെറിക്കൽ ബോഡി അവിടെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് മാറുന്ന ഫ്ലൂയിഡിൻ്റെ ഷേപ്പ് ഏതായിരിക്കും? സ്ഫെറിക്കൽ ഷേപ്പ്. ഒരു ട്രയാങ്കുലർ ബോഡിയാണ് അവിടെ ഇരിക്കുന്നതെങ്കിലോ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്യുന്നത് ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഡസ്റ്ററാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഏത് ഷേപ്പിലായിരിക്കും? ഈ ഡസ്റ്ററിൻ്റെ ഷേപ്പിലായിരിക്കും. അപ്പോൾ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് mg ആണ്. അവിടെ m എന്തെഴുതണം? എന്തുകൊണ്ടാണ്? അവിടെ മാറുന്നത് ആ ഒരു ഷേപ്പിലാണ്. അതിനാണ് ഇത്രയും പറഞ്ഞത് ഞാൻ. കാരണം അവിടെ ഒരു മാസ് എങ്ങനെയത് ഇങ്ങനെ എഴുതുക നമ്മൾ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. ആ മാറുന്ന ഫ്ലൂയിഡിൻ്റെ ഷേപ്പ് സ്ഫെറിക്കൽ ഷേപ്പിലായതുകൊണ്ടാണ് ഈ മാസിന് 4/3 πr³ എന്ന് വന്നത്. ഓക്കെ. ഇൻറ്റു ഡെൻസിറ്റി. മാസിന് എന്ത് വേണം? വോളിയം ഇൻറ്റു ഡെൻസിറ്റി വേണം. ഇപ്പോൾ ഇവിടുന്ന് മാറിയത് ആരാണ്? ഫ്ലൂയിഡാണ് അല്ലേ? ആ ലിക്വിഡാണ്. തേനാണെങ്കിൽ അത്. അതായത് ഇവിടെ സിഗ്മ ഡെൻസിറ്റി ഉള്ള ഫ്ലൂയിഡ്, അതോർക്കണം. റോ എന്ന് എഴുതി വെക്കരുത്. റോ സ്ഫിയറിൻ്റെ കേസിൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് മുകളിലേക്കുള്ള ബുയാൻ ഫോഴ്സ് ആരാണ്? അതിൻ്റെ ഡെൻസിറ്റി സിഗ്മയാണ്. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് മറക്കരുത് ഇവിടെ. ഇത് 4/3 πr³. പിന്നെ ഒരു കൺഫ്യൂഷൻ അതാണ് ഞാൻ പറഞ്ഞത്. ഈ ചോദിക്കുന്നതാണ് m എങ്ങനെ ഇവിടെ 4/3 πr³ ആയത്? അതിനുള്ള ആൻസറാണ് ഞാൻ പറഞ്ഞത്. ഡിസ്പ്ലേസ് ചെയ്യുന്നത് ആ ഒരു ഷേപ്പിലായിരിക്കും. r³ റോ സിഗ്മ. ഞാൻ മുകളിലേക്കുള്ളതും താഴേക്കുള്ള ഫോഴ്സിനെ ഒന്ന് സിംബോളിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാ വെയിറ്റ് താഴേക്ക്, വിസ്കസ് ഫോഴ്സ് മുകളിലേക്ക്, ബുയാൻ ഫോഴ്സ്. FV ഫോർ വിസ്കസ് ഫോഴ്സ്, FB ഫോർ ബുയാൻ ഫോഴ്സ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി പറയുന്നതാട്ടോ. ഇതൊന്നും എഴുതിയില്ലെങ്കിലും ഈ ബി ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എന്താ വേണ്ടത്? എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് തുടങ്ങിയാൽ മതി. വി ഹാവ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി. നേരത്തെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതൊന്നും ഇപ്പോൾ പേപ്പർ നോക്കുന്ന ആളെ പഠിപ്പിക്കേണ്ട നിങ്ങൾ. അത് പറയാതെ നിങ്ങൾക്കത് മനസ്സിലാവില്ലല്ലോ. അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ടെർമിനൽ വെലോസിറ്റി ഡെറിവേഷൻ തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്.
ഇപ്പോൾ എന്താണ് വെയിറ്റിനുള്ള ഇക്വേഷനാണ് 4/3 πr³ ρg. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഉള്ളത്. വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ സൈഡിൽ എഴുതി വെച്ച് പഠിക്കുക. ഈക്വൽ ടു വിസ്കസ് ഫോഴ്സ് 6π∗r∗Vt. ഈ വി ടി കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. പ്ലസ് 4/3 πr³ σg. ഈ റോയും ഈ സിഗ്മയും രണ്ട് ഓബ്ജക്ട്സിൻ്റെ ഡെൻസിറ്റി ആണെന്നുള്ള ഐഡിയ മനസ്സിൽ വേണം. ജി. ഇനി ഫിസിക്സ് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു മാത്തമാറ്റിക്കൽ അറേഞ്ച്മെൻറ്റ് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് സിമ്പിളായിട്ട് നടത്തി ഈ വി ടിയെ ഒന്ന് പുറത്തേക്കെടുത്താൽ ആൻസറായി. ഇത്രയേ ഉള്ളൂ ഫിസിക്സിലെ എല്ലാ ഡെറിവേഷനും. എന്താ ചെയ്യേണ്ടത്? 4/3 πr³ ρg ഇവിടെ നിർത്തിയിട്ട് ഇയാളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ മൈനസായി 4/3 πr³ σg ഈക്വൽ ടു 6π∗r∗Vt. ഇനി എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് വി ടി അല്ലേ? ആ വി ടി അവിടെ നിൽക്കട്ടെ. ഈ 6π∗r എന്നുള്ളത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഈറ്റയൊക്കെ ഓർമ്മയുണ്ടല്ലോ, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ കോമൺ ആയിട്ടുള്ളതൊക്കെ ഒന്ന് പുറത്തെടുത്തേ. 4/3 πr³ ρ മൈനസ് സിഗ്മ ഇൻറ്റു ജി. ഇത്രയും കോമൺ ആണ്, ഇത് മാത്രമേ ഉള്ളൂ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, ബാക്കിയെല്ലാം കോമൺ ആണ്. ഡിവൈഡഡ് ബൈ, ഞാൻ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. ഡയറക്റ്റ് പോകാൻ പറ്റുന്നവർ ഡയറക്റ്റ് പൊക്കോളൂ. ∗r ഇവിടെ രണ്ടിനെയും പുറത്തെടുത്തിട്ട് 6π∗r∗Vt ഇവിടെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ആ വി ടി മാത്രം അവിടെ നിർത്തിയിട്ട് ഇവനെ എങ്ങോട്ട് കൊണ്ടുവരിക? 4/3 πr³ ρ മൈനസ് സിഗ്മ ജി ഇൻറ്റു ഇവിടെ ഇത് മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇൻറ്റു ആണ്, അപ്പോൾ വരുമ്പോൾ ബൈ വരും 6π∗r എന്ന് വന്നു ഈക്വൽ ടു വി ടി. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യേ. ഇവിടെ 4 അല്ലേ? അപ്പോൾ ഇവിടെ ബൈ 3 എന്ന് വരുന്നത് എന്ത് വരും? അടിയിലേക്ക് വരും. അപ്പോൾ 4 എന്നുള്ള 3 വരും. അപ്പോൾ ഇനി പൈ പോയി, r³ r ഇവിടെ സ്ക്വയറായി. പിന്നെ 4ൽ 2, 6ൽ 3, 2 കൊണ്ട് ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വന്നു? എഴുതിയതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ മുകളിലേക്ക് എഴുതുന്നത്. കാരണം ക്ലാസ് കാണുമ്പോൾ ഇടയ്ക്ക് ഉറങ്ങിപ്പോവുക. ഇനി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് മുകളിലേക്ക് എഴുതാം. ഇതിൻ്റെ ബാലൻസ് ആണ് മുകളിലേക്ക് എഴുതുന്നത്. ഇവിടെ ബാക്കിയുള്ളത് 2, ഇവിടെ 3 × 3 9, അപ്പോൾ 2/9. പിന്നെ ആരാ ഉള്ളത്? പൈ ക്യാൻസൽ ചെയ്തു, r² ഉണ്ട്. r² ഇത് റോ മൈനസ് സിഗ്മ അതവിടെ ഉണ്ട്. ജി എഴുതി. പിന്നെ ഇവിടെ ബാക്കി വരുന്നത് ഒരു ഈറ്റ മാത്രമാണ്. ഇപ്പോൾ ടെർമിനൽ വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? 2/9 r² റോ മൈനസ് സിഗ്മ ജി ബൈ ഈറ്റ. ഇപ്പോൾ തുടക്കം മുതൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എഴുതണ്ട. ഡെറിവേഷൻ 2 സ്റ്റെപ്പ് കൊണ്ട് ആൻസർ ആയില്ലേ? ഇത് ഇവിടുന്ന് തുടങ്ങി ഇവിടെയൊക്കെ ഡയറക്റ്റ് അറിയാവുന്ന കുട്ടികൾക്ക് അത് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഈ ഒരൊറ്റ ഇക്വേഷൻ എഴുതിയിട്ട് അവിടുന്ന് സിംപ്ലിഫൈ ചെയ്യാം. സ്റ്റെപ്പ് മുഴുവൻ എഴുതേണ്ടവർ അത് മുഴുവൻ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കിപ്പ് ചെയ്താൽ തെറ്റിപ്പോവും. അങ്ങനെയുള്ളവർ മുഴുവൻ എഴുതി ഇവിടെ എത്തിക്കുക. 2/9 r² റോ മൈനസ് സിഗ്മ ജി ബൈ ഈറ്റ. ഇതാണ് ടെർമിനൽ വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു കേസ്, ഈ സ്ഫെറിക്കൽ ബോഡി ഫ്ലൂയിഡ് എപ്പോഴും ഡെൻസിറ്റി കുറവായിരിക്കും. ഈ ബോഡിയുടെ ഡെൻസിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ബോഡിയുടെ ഡെൻസിറ്റി സിഗ്മ ഗ്രേറ്റർ ദാൻ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. അങ്ങനെ വരുന്ന കേസിൽ നമുക്കെന്ത് ചെയ്യാം? ഇയാളുടെ ഡെൻസിറ്റി അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യുക. അങ്ങനെയല്ല നമ്മൾ ചെയ്യാറ്. കമ്പാരറ്റീവ്ലി ചെറുതാണെങ്കിൽ ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയും എഴുതാറുണ്ട്. അപ്പോൾ ഈ ടേം അങ്ങ് കളഞ്ഞിട്ട് എന്തെഴുതാം? വി ടി ഈക്വൽ ടു 2/9 r². അപ്പോൾ ഇത് 0, നെഗ്ലിജിബിളി സ്മോൾ ആകുമ്പോൾ അത് 0. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? റോ ജി ബൈ ഈറ്റ. അപ്പോൾ പല സന്ദർഭങ്ങളിലും ടെർമിനൽ വെലോസിറ്റിക്ക് ഒരു ഡെൻസിറ്റി മാത്രം തരുന്ന പ്രോബ്ലത്തിലൊക്കെ 2 ഡെൻസിറ്റി തന്നാൽ ഇത് ഉപയോഗിക്കണം. മിക്കവാറും എൻട്രൻസിനൊക്കെ ഒരു ഡെൻസിറ്റിയെ തരുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നിനെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ഈ ഇക്വേഷൻ ഡയറക്റ്റ് ഉപയോഗിക്കുക. അത് മനസ്സിലാക്കുക. അങ്ങനെ 2 ഇക്വേഷൻ പഠിക്കുക. 2 ഡെൻസിറ്റി ആണെങ്കിൽ ഇതും ഒരു ഡെൻസിറ്റി മാത്രമേ ഉള്ളൂ എങ്കിൽ കോമൺ ആയിട്ട് റോ എന്ന് എഴുതുക. 2/9 r² റോ ജി ബൈ ഈറ്റ. ഇത്രയേ ഉള്ളൂ ടെർമിനൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു. നോട്ട്സ് വാട്സപ്പിൽ തരാം.